ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേരളത്തിന്റെ നദികളെ കുറിച്ചാണ്. കൂട്ടുകാരെ, സഖ്യസാനു ശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എൻ്റെ കേരളം. കൂട്ടുകാരെ, സഹ്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന 44 നദികളുണ്ട് കേരളത്തിൽ. ഇതിൽ 41 സഹ്യപർവ്വതത്തിൽ നിന്നും, അതായത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് എങ്ങോട്ടേക്ക് ഒഴുകുന്നു? അറബിക്കടലിനെ ലക്ഷ്യമാക്കി ഏത് ദിശയിലേക്ക് ഒഴുകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. ബാക്കി 3 നദികളും, 41 നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് എങ്ങോട്ടേക്ക് ഒഴുകുന്നു? പടിഞ്ഞാറേട്ടൊക്കെ ഒഴുകുന്നു. ചിലത് അറബിക്കടലിൽ പതിക്കുന്നു, ചിലത് അറബിക്കടലിൽ പതിക്കുന്നില്ല, ചിലത് കായലുകളിൽ പതിക്കുന്നു. ഇനി 3 നദികൾ എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. കൂട്ടുകാരെ, ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളും ചെന്ന് പതിക്കുന്നത് ഒന്നുകിൽ കാവേരി നദിയിലായിരിക്കും, അല്ലെങ്കിൽ കാവേരി നദിയുടെ പോഷക നദികളിലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങളാണ്. അപ്പോൾ നോക്കാം, കേരളത്തിലെ നദികളുടെ എണ്ണം 44. അപ്പോൾ സഹ്യപർവ്വതത്തിൽ നിന്നും, അതായത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിൽ തലങ്ങും വിലങ്ങും ഒഴുകുന്ന നദികളുടെ എണ്ണം 44 ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന നദികളുടെ എണ്ണം 41. ഇനി കിഴക്കോട്ടൊഴുകുന്ന, അതായത് അറബിക്കടലിൽ പതിക്കുന്നില്ല, വേറെ കായലുകളിലേക്ക്, കേരളത്തിലെ മറ്റു കായലുകളിലേക്കൊന്നും പതിക്കുന്നില്ല, ഇത് നേരെ പോകുന്നത് കാവേരി നദിയിലേക്കോ കാവേരി നദിയുടെ പോഷക നദികളിലേക്കാണ്. കബനി, ഭവാനി, പാമ്പാർ, ഇത് 3 കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അപ്പോൾ ഇത് 3 കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. അതിന്റെ എണ്ണം 3. ഏറ്റവും വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് എന്നുള്ള കാര്യം. അടുത്തത് ഏറ്റവും തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് നെയ്യാറാണ്. നെയ്യാറ്റിൻകര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നെയ്യാറ്റിൻകര എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നദിയാണ്. വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ, കാസർഗോഡ് ജില്ല. തെക്കേറ്റത്തെ നദി നെയ്യാറ്, തിരുവനന്തപുരം ജില്ല. ആകെ നദികളുടെ എണ്ണം 44. ഇതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 കിഴക്കോട്ടൊഴുകുന്നു. ഏറ്റവും വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ, തെക്കേറ്റത്തെ നദി നെയ്യാറ്. ഓർക്കുക, കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. നിലവാരമുള്ള ഒരു ചോദ്യമാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. സൈലന്റ് വാലി നിങ്ങൾക്കറിയാം, 25 കിലോമീറ്ററോളം മനുഷ്യ സ്പർശം ഏൽക്കാതെ ഒഴുകുന്ന ഒരു നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത് അല്ലെ? കുന്തിപ്പുഴ. ഈ കുന്തിപ്പുഴ 25 കിലോമീറ്ററോളം മനുഷ്യ സ്പർശം ഏൽക്കാതെ ഒഴുകുന്നു. ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കൂടിയാണ് ഈ കുന്തിപ്പുഴ. ഈ കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് എങ്കിൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ട് വരും ഈ തൂതപ്പുഴ. അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. 25 കിലോമീറ്ററോളം മനുഷ്യ സ്പർശം ഏൽക്കാതെ ഇത് ഒഴുകുന്നു. മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ഈ കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി അത് തൂതപ്പുഴയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഓർക്കുക, കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് രാമപുരം നദിയാണ്. 19 കിലോമീറ്റർ ആണ് രാമപുരം നദിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഓർക്കുക, കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി അത് കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതപ്പുഴയിലേക്ക് ചേരുന്നത് തൂതപ്പുഴ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി അത് കുന്തിപ്പുഴ. 25 കിലോമീറ്ററോളം മനുഷ്യ സ്പർശമേൽക്കാതെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി, 19 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ ഹൃദയസ്ഥമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്റർ അധികം, 15 കിലോമീറ്ററിനധികം, അതിനേക്കാൾ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നാം എന്തായിട്ട് കാണുന്നത്? നദികളായി കാണുന്നത്. ഐ റിപ്പീറ്റ്, 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നാം എന്തെന്ന് വിളിക്കുന്നത്? നദികൾ എന്ന് വിളിക്കുന്നത്. 100 കിലോമീറ്റർ അധികം നീളമുള്ള കേരളത്തിൽ നദികളുടെ എണ്ണം ചോദിച്ചാൽ 11 നദികളാണ്. മേജർ നദികൾ വെറും 4 നദികൾ മാത്രമാണ് ഉള്ളത് കേരളത്തിൽ. മേജർ നദികൾ 4 നദികൾ മാത്രമേ ഉള്ളൂ. അതായത് പെരിയാർ, ഭാരതപ്പുഴ,
പമ്പ, ചാലിയാർ. ഈ 4 മാത്രമാണ് കേരളത്തിൽ മേജർ നദികൾ. ഏതൊക്കെയാണ് മേജർ നദികൾ? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇത് 4 മാത്രമാണ് മേജർ പുഴകൾ. ബാക്കി 40 എന്താണ്? മൈനർ പുഴകളാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെ നാം നദികൾ എന്ന് വിളിക്കുന്നു. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11. എന്നാൽ 4 മേജർ നദികളെ കേരളത്തിൽ ഉള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പെരിയാർ, ഭാരതപ്പുഴ, അതുപോലെ തന്നെ പമ്പ, ചാലിയാർ. ഏറ്റവും നീളം കൂടിയ നദി അത് പെരിയാറാണ് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും ചെറിയ നദി അത് മഞ്ചേശ്വരം പുഴയാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നീളം കൂടിയത് പെരിയാർ, നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയാണെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും നീളം കുറഞ്ഞ നദി പാമ്പാറാണ്. ഇത്തരം കാര്യങ്ങൾ 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികളെന്ന് കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പറയുന്നത്. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11. മേജർ നദികൾ 4 പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. നീളം കൂടിയ നദി പെരിയാർ, നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. കിഴക്കോട്ട് ഒഴുകുന്നതിൽ വെച്ച് നീളം കൂടിയത് അത് കബനിയും, കിഴക്കോട്ട് ഒഴുകുന്നതിൽ വെച്ച് നീളം കുറഞ്ഞത് അത് നമ്മുടെ പാമ്പാറുമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ നേരെ പോകുന്നത് പെരിയാറിലേക്കാണ്. കൂട്ടുകാരെ, കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് നമ്മുടെ പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. പെരിയാറിനോട് ചേർന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത്. മുല്ലയാറും പെരിയാറും ചേർന്നെടുത്ത് പണികഴിപ്പിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്, അല്ലെങ്കിൽ പെരിയാറിലാണ്, അല്ലെങ്കിൽ പെരിയാറിന്റെ പോഷക നദികളിലാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി, അത് പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി, ജലസേചന പദ്ധതികളല്ല, ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി പെരിയാർ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. നീളം 244 കിലോമീറ്റർ ആണ്. ഇനി മൈൽസിലാണെങ്കിൽ 140 മൈൽ. പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക, സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം എന്നീ 2 ജില്ലകളാണ്. ഇടുക്കി, എറണാകുളം മതിയല്ലോ. ഇടുക്കി, എറണാകുളം വളരെ വലിയ അത്യാവശ്യം വലുപ്പമുള്ള ജില്ലകളാണ്. അത്യാവശ്യം വലുപ്പമല്ല, ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. എറണാകുളം ആണെങ്കിൽ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്താണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ലയിലും 5ാമത് വലുപ്പമുള്ള ജില്ലയിലും കൂടി ഒഴുകുന്ന നദിയാണ് നമ്മുടെ പെരിയാർ. 244 കിലോമീറ്റർ ഉണ്ട്. വളരെയധികം വെള്ളം വഹിക്കുന്ന നദിയാണ്. അപ്പൊ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, കൗടില്യന്റെ അർത്ഥശാസ്ത്രം ചാണക്യനെന്നും കൗടില്യനെന്നും വിഷ്ണുഗുപ്തൻ എന്നും നമ്മൾ വിളിക്കുന്ന ചാണക്യൻ. നിങ്ങൾക്കറിയാം, ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ചക്രവർത്തിയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ പേരാണ് ചാണക്യൻ, അല്ലെങ്കിൽ കൗടില്യൻ, അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്ന് വിളിക്കുന്ന 3 പേരല്ല. ചാണക്യനെന്നും വിഷ്ണുഗുപ്തനെന്നും കൗടില്യനെന്നും ഒക്കെ വിളിക്കുന്നത് ആരെ തന്നെയാണ്? ഒരാളെ തന്നെയാണ്. ആ ബ്രാഹ്മണനെയാണ്. ആ ബ്രാഹ്മണൻ, അല്ലെങ്കിൽ ആ ചാണക്യൻ, അല്ലെങ്കിൽ ആ വിഷ്ണുഗുപ്തൻ, അല്ലെങ്കിൽ കൗടില്യൻ, അല്ലെങ്കിൽ ഇന്ത്യൻ മാക്യവെല്ലി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് അർത്ഥശാസ്ത്രം. ഇത് പൊളിറ്റിക്കൽ, രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി അത് പെരിയാറാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം 244 കിലോമീറ്റർ ദൈർഘ്യം, അല്ലെങ്കിൽ 140 മൈൽ ദൈർഘ്യം. കേരളത്തിന്റെ ജീവരേഖ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇവിടെയാണ്. ഇതിനോട് ആദ്യമായി ചേരുന്ന പോഷക നദി മുല്ലയാറാണ്. മുല്ലയും പെരിയാറും സംഗമിക്കുന്നിടത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്.
പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നതും പെരിയാറിൽ തന്നെയാണ്. ഓർക്കുക, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ മറ്റൊരു നദി കൂടിയുണ്ട്, അത് പമ്പയാണ്. അപ്പൊ പെരിയാറും പമ്പയും എവിടെ പരാമർശിക്കുന്നുണ്ട്? അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന രണ്ട് നദികളാണ് എന്ന് പ്രത്യേകം ഓർക്കുക. പെരിയാറും പമ്പയും. പെരിയാറും പമ്പയും അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന രണ്ട് നദികളാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത്, കാലടി അദ്വൈത ആശ്രമം എവിടെയാണ്? മലയാറ്റൂർ പള്ളി എവിടെയാണ്? ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഇതെല്ലാം പെരിയാറിന്റെ തീരത്താണ്. ആലുവ അദ്വൈത ആശ്രമം, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം, മലയാറ്റൂർ പള്ളി, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ഇതെല്ലാം പെരിയാറിന്റെ തീരത്താണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ശങ്കരാചാര്യർ പൂർണ്ണ കൂടാതെ ശങ്കരാചാര്യർ ജനിക്കുന്നത് കാലടിയിലാണ്. കാലടി പെരിയാറിന്റെ തീരത്താണ്. ഈ കാലടിയിൽ ജനിച്ച് പെരിയാറിന്റെ തീരത്ത് വളർന്ന ശങ്കരാചാര്യർ പെരിയാറിനെ വിളിക്കുന്നത് പൂർണ്ണ എന്നാണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആലുവ പുഴയെന്നും കാലടിപ്പുഴയെന്നും അറിയപ്പെടുന്നത് നമ്മുടെ പെരിയാറാണോ? ആലുവ പുഴയെന്നും കാലടിപ്പുഴയെന്നും അറിയപ്പെടുന്നത് നമ്മുടെ പെരിയാറാണ്. ഓർക്കുക, ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുന്നു. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ പെരിയാറ്, മറ്റൊന്ന് പമ്പ, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ആലുവ അദ്വൈത ആശ്രമം, മലയാറ്റൂർ പള്ളി, തട്ടേക്കാട് പക്ഷി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം, ഇതെല്ലാം പെരിയാറിന്റെ തീരത്ത്. ശങ്കരാചാര്യർ പെരിയാറിനെ വിളിക്കുന്നത് പൂർണ്ണ എന്നാണ്. നല്ലൊരു കാലം വരെയും പെരിയാർ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. ആലുവ പുഴയെന്നും കാലടിപ്പുഴയെന്നും അറിയപ്പെടുന്നതും പെരിയാർ തന്നെയാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. കൂട്ടുകാരെ, ആലുവയിൽ ചെല്ലുമ്പോൾ പെരിയാറ് മാർത്താണ്ഡൻ പുഴയെന്നും മംഗലപ്പുഴയെന്നും രണ്ടായി വേർപിരിയുന്നു. ഇതിൽ ഒരു ഭാഗം ചെന്ന് എവിടെ പതിക്കുന്നു? വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അല്ലെങ്കിൽ മൊത്തത്തിൽ പെരിയാർ എവിടെയാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. മാർത്താണ്ഡൻ പുഴയെന്നും മംഗലപ്പുഴയെന്നും പെരിയാർ രണ്ടായി വേർപിരിയുന്നത് അത് ആലുവയിൽ വെച്ചാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ വെച്ചാണ് ഇത് രണ്ടായി വേർപിരിയുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കൂട്ടുകാരൻ, നൂറ്റാണ്ടിന്റെ വെള്ളപ്പൊക്കം, 99-ലെ വെള്ളപ്പൊക്കം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വെള്ളപ്പൊക്കം നടന്നത് AD 1341-ലാണ്. പെരിയാറിലെ വെള്ളപ്പൊക്കം 99-ലെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത് AD 1349-ലെ വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖമെങ്കിൽ, അല്ലെങ്കിൽ മുസീരീസ് എന്ന് വിളിക്കപ്പെടുന്ന തുറമുഖമെങ്കിൽ, പ്രാചീന റോമുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന തുറമുഖം എന്ന് വിളിക്കുന്ന മുസീരീസ് തുറമുഖമെങ്കിൽ, ഈ വെള്ളപ്പൊക്കത്തിൽ ഒരുപക്ഷെ പിറവിയെടുത്ത തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ, രണ്ടായി വേർപിരിയുന്നത് ആലുവയിൽ വെച്ച്. പെരിയാറിൽ വെള്ളപ്പൊക്കം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് AD 1341-ലാണ്. അതോടുകൂടി നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ അഥവാ മുസീരീസ് തുറമുഖം. അന്ന് പിറവിയെടുത്ത തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഓർക്കുക, പെരിയാർ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്നാണ്. ഇതിന്റെ പോഷക നദികൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുല്ലയാറാണ് ഇതിന്റെ ആദ്യത്തെ പോഷക നദി. ആദ്യമായി ഇതിൽ വന്ന് പതിക്കുന്നത് മുല്ലയാറാണ്. മുല്ല മുതിര പെരിഞ്ഞാങ്കുട്ടി പെരുതുറയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ്. ഒന്നും കൂടി ആവർത്തിക്കുന്നു. മുല്ല മുതിര പെരിഞ്ഞാങ്കുട്ടി പെരുതുറയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ്. ഒന്നും കൂടി ആവർത്തിക്കുന്നു കൂട്ടുകാരെ. മുല്ല മുതിര പെരിഞ്ഞാങ്കുട്ടി പെരുതുറയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ്. ഇനി ഇവിടെയുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാറ്. ഇവിടെയുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഇടുക്കി എന്ന് പറയുന്നത് ഒരു അണക്കെട്ട് സമുച്ചയമാണ്. നിങ്ങൾക്കറിയാം, മൂലമറ്റം പവർ സ്റ്റേഷനിൽ വെള്ളം ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഒരു അണക്കെട്ട് സമുച്ചയമാണ്. 3 അണക്കെട്ടുകളുണ്ട്: ഇടുക്കി, ചെറുതോണി, കുളമാവ്. അങ്ങനെ 3 അണക്കെട്ടുകൾ ചേർന്ന ഒരു സമുച്ചയമാണ് ഇടുക്കി. അപ്പോൾ ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്ത് തന്നെയാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാർ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി എല്ലാം പെരിയാറിലാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൂട്ടരെ, മുല്ലയാറ് പെരിയാറുമായി ചേർന്നെടുത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആക്ച്വലി ഇവിടെ നിന്നും, അതായത് പെരിയാറിൽ നിന്നും മുല്ലയാറിൽ നിന്നും വെള്ളം താഴേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കമ്പം തേനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തമിഴ്നാടിന് വേണ്ടി നിർമ്മിച്ച അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും വെള്ളം കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? തമിഴ്നാട്ടിലേക്കാണ്. അവിടെ കമ്പം തേനിയിൽ എത്തിച്ചിട്ട് വൈഗ അണക്കെട്ടിലെത്തി വൈഗ നദിയിലേക്ക് ഈ വെള്ളം തുറന്നു വിടുകയാണ് ചെയ്യുന്നത്.
ഈ വൈഗ നദി എന്ന് പറയുന്നത് വറ്റി വരണ്ട ഒരു നദിയാണ്. അപ്പോൾ വൈഗ നദിയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിൽ വെള്ളം കൊണ്ടുപോവുകയാണ് തമിഴ്നാട്. എവിടെ നിന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിലൂടെ മുല്ലയാറിൽ നിന്നും പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോയി നേരെ എങ്ങോട്ടേക്ക് കൊണ്ടൊഴിക്കുകയാണ്? വൈഗ നദിയിലേക്ക് ഒഴിക്കുകയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി കൂടിയാണ് പെരിയാർ. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാറാണ്. ഓർക്കുക, പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ മുല്ലപ്പെരിയാറ്, ഇരട്ടയാറ്, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാറ്, ഇടമലയാറ്, കുണ്ടള, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ആനയിറങ്കൽ, പൊന്മുടി, ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ അണക്കെട്ടുകളാണ്. മുല്ലപ്പെരിയാറ്, ഇരട്ടയാറ്, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാറ്, ഇടമലയാറ്, കുണ്ടള, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ആനയിറങ്കൽ, പൊന്മുടി, ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇതിൽ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ ചേരുന്നതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പെരിയാർ നമ്മൾ സെറ്റായിട്ട് കണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ പെരിയാറിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞേ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 140 മൈൽ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത് പെരിയാറിനെയാണ്. ഏറ്റവും കൂടുതൽ ജലവഹിക്കുന്ന നദി പെരിയാറാണ്. മുല്ലയാറ് ആദ്യമായി ഇതിലോട്ട് ചേരുന്ന പോഷക നദിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി, മുല്ലപ്പെരിയാർ, ഇതെല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കേരളത്തിലെ നദികൾ പെരിയാറും പമ്പയുമാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിന്റെ തീരത്താണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിക്കുന്ന നദി പെരിയാറാണ്. ആലുവ പുഴയെന്നും കാലടി പുഴയെന്നും അറിയപ്പെടുന്നതും പെരിയാർ തന്നെയാണ്. പെരിയാറിന്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണെങ്കിൽ മാർത്താണ്ഡൻ പുഴയെന്നും മംഗലപ്പുഴയെന്നും 2ആയി പെരിയാർ വേർപിരിയുന്നത് ആലുവയിൽ വെച്ചാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം AD 1341 പെരിയാർ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പൂർണ്ണ എന്ന പേരിൽ തന്നെയാണ്. പോഷനദികൾ മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാൻകുട്ടി, പെരുതുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാറ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ തേക്കടിയും തട്ടേക്കാടും. തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി പെരിയാറ്, സെന്റർ ഫോർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം. ഡാമുകൾ മുല്ലപ്പെരിയാർ, ഇരട്ടയാറ്, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാറ്, ഇടമലയാറ്, കുണ്ടള, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ആനയിറങ്കൽ, പൊന്മുടി, ഇടുക്കി, ചെറുതോണി, കുളമാവ്. അങ്ങനെ ഇത്രയും അണക്കെട്ടുകൾ. കൂടാതെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭാരതപ്പുഴയെ കുറിച്ചാണ്. പേരാർ എന്നും നിളയെന്നും. കൂട്ടുകാരെ, പേരാർ എന്നും നിളയെന്നും കേരളത്തിന്റെ നൈൽ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഭാരതപ്പുഴയെ കുറിച്ച്. അപ്പോൾ കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് നമ്മുടെ ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. ഓർക്കുക, തമിഴ്നാട്ടിലെ ആനമലയിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി കേരളത്തിലെത്തി കേരളത്തിൽ ഈ പറയുന്ന പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ ഒഴുകി അവസാനം അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ദൈർഘ്യം. ഭാരതപ്പുഴയുടെ ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിലാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി കേരളത്തിലെത്തുന്നു. ഇവിടെ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. അവസാനം പൊന്നാനി, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് ഇത് അറബിക്കടലിൽ പതിക്കുന്നു. ഇതാണ് അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. അപ്പോൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഇതെല്ലാമാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഐ റിപ്പീറ്റ്, കേരളത്തിലെ 2ാമത്തെ വലിയ നദി ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ നിള എന്നറിയപ്പെടുന്നു, പേരാർ എന്ന് അറിയപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ ഭാരതപ്പുഴയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, ഇത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദിയാണ്. ഇത് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി മലപ്പുറത്തെ പൊന്നാനിയിലെത്തി അറബിക്കടലിൽ പതിക്കുന്നു. പ്രധാനപ്പെട്ട പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ തുടങ്ങിയവയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഓർക്കുക, നിളയുടെ കഥാകാരൻ എന്നാണ് നാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹെമിംഗ് വേ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ.
രണ്ടാം മൂഴവും അതുപോലെ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതി ചന്തുവിനെ സൃഷ്ടിച്ചതൊക്കെ ആയ വ്യക്തിയാണ് നമുക്കറിയാം നമ്മുടെ MT വാസുദേവൻ നായർ. അദ്ദേഹമാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് 3 ആത്മകഥകൾ എഴുതിയ P കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ നൈൽ എന്നും പൊന്നാനിപ്പുഴയെന്നും ശോകനാശിനി പുഴയെന്നും പേരാർ എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴ തന്നെയാണ്. കേരളത്തിന്റെ നൈല്, പൊന്നാനിപ്പുഴ, ശോകനാശിനിപ്പുഴ. ഇനി പ്രാചീന കാലത്താണ്, പണ്ട് കാലത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരാർ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നത്. ഇടശ്ശേരിയുടെ കവിതയിലൊക്കെ എന്റെ പേരാർ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നത് ഭാരതപ്പുഴയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഏതാണ്, ഭാരതപ്പുഴയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ വെച്ചിട്ടാണ് ഇത് ശോകനാശിനിപ്പുഴ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. കൂട്ടുകാരെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിളിച്ചത്. ആരാണ് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിളിച്ചത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശ് മംഗലം ഇതിന്റെ തീരത്താണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. കുഞ്ഞൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശ് മംഗലം ഈ പറയുന്ന പോലെ ഭാരതപ്പുഴയുടെ തീരത്താണ്. നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി ഇതും നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിളയെന്നും പേരാറെന്നും കേരളത്തിന്റെ നൈലെന്നും ശോകനാശിനി പുഴയെന്നും പൊന്നാനിപ്പുഴയെന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴ തന്നെയാണ്. ഇതിനെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ചിറ്റൂരിലാണ് ഇത് ശോകനാശിനി പുഴ, പാലക്കാടിലെ ചിറ്റൂരിലാണ് ഇത് ശോകനാശിനി പുഴ എന്ന് അറിയപ്പെടുന്നത്. നിള എന്ന് അറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതാണ്. പ്രാചീന കാലത്ത് പേരാർ എന്ന് അറിയപ്പെടുന്ന നദിയും നമ്മുടെ ഭാരതപ്പുഴ തന്നെയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മാമാങ്കം അതിന് നടക്കുന്നത് തിരുനാവായ എന്ന സ്ഥലമാണ്. തിരുനാവായ ഇത് ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് പ്രത്യേകം ഓർക്കുക. കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, സംസ്കാരം പഠിക്കുമ്പോൾ മാമാങ്കത്തെ നമുക്ക് 12 വർഷം ഒരുമിച്ച് വരുന്ന ഒരു ഉത്സവം, കച്ചവടം അതൊക്കെ നമുക്ക് അതിനെ വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാമാങ്കം നടന്നിരുന്നത് തിരുനാവായിലാണ്. ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓർക്കുക, കുഞ്ഞനമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശി മംഗലവും കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തിയും ഏതിന്റെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കുക. മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഈ കുറ്റിപ്പുറത്തെ ആ ഭാഗത്ത് നമ്മൾ മിനി പമ്പ എന്ന് പോലും എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പോൾ മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് മിനി പമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഇത് അറബിക്കടലിൽ പതിക്കുന്നത്. കൂടാതെ ഇത് പതിക്കുന്നിടത്ത് പൊന്നാനിയിൽ ഒരു മത്സ്യബന്ധന തുറമുഖമുണ്ട്. അതിന്റെ പേരും പൊന്നാനി മത്സ്യബന്ധന തുറമുഖം എന്ന് തന്നെയാണ്. ഇത് പതിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം പൊന്നാനി മത്സ്യബന്ധന തുറമുഖം. ഓക്കെ, ഇനി ഇവിടെയുള്ള അണക്കെട്ടുകൾ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ, ജലസേചനം, കുടിവെള്ളം ജനങ്ങളിൽ എത്തിക്കുന്ന ജലസേചന പദ്ധതികൾ അത് ഭാരതപ്പുഴയിലാണ്. ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണെങ്കിൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴയിലാണ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മലമ്പുഴ അണക്കെട്ട്, മലമ്പുഴ ഡാം പാലക്കാട് മലമ്പുഴ ഡാം ഇത് ഭാരതപ്പുഴയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്. വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കാര ഡാം, ചുള്ളിയാർ ഡാം ഇതെല്ലാം ഭാരതപ്പുഴയിലാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് അറബിക്കടലിലാണ് പതിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇത് അറബിക്കടലിൽ പതിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചാണ്. അവിടെ ഒരു മത്സ്യബന്ധന തുറമുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഭാരതപ്പുഴയിലാണ്. ജലവൈദ്യുത പദ്ധതികളാണെങ്കിൽ പെരിയാറിലും. ഇവിടെയുള്ള ഒരു ഡാമാണ് മലമ്പുഴ ഡാം. കൂട്ടുകാരെ, വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. ഇതും കൃത്യമായിട്ട് ഓർക്കുക, അത് ഭാരതപ്പുഴയുടെ തീരത്താണെന്ന്. വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കാര ഡാം, ചുള്ളിയാർ ഡാം ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ 209 കിലോമീറ്റർ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു.
ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകി പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അവസാനം അറബിക്കടലിൽ പതിക്കുന്നു. പ്രധാനപ്പെട്ട പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കൂട്ടുകാരെ, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏത് നദിയാണ് ഭാരതപ്പുഴയിലേക്ക് വന്നു ചേരുന്നത്? തൂതപ്പുഴ. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിളയുടെ കഥാകാരൻ എന്നും മലയാളത്തിന്റെ ഹെമിംഗ്വേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് MT വാസുദേവൻ നായരെയാണ്. എന്നാൽ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. കേരളത്തിന്റെ നൈൽ, നിള, ശോകനാശിനിപ്പുഴ, പൊന്നാനിപ്പുഴ, പേരാർ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്നത് ഇതെല്ലാം നമ്മുടെ ഭാരതപ്പുഴയാണ്. ചിറ്റൂരിലാണ് ഭാരതപ്പുഴ ശോകനാശിനിപ്പുഴ എന്നറിയപ്പെടുന്നത്. ചിറ്റൂരിൽ ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിളിച്ചത് അത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. 12 വർഷത്തിൽ ഒരിക്കൽ പണ്ട് നടന്നിരുന്ന ടിപ്പുവിന്റെ ആക്രമണത്തോടുകൂടി അവസാനിപ്പിക്കപ്പെട്ട മാമാങ്കം നടന്നിരുന്ന തിരുനാവായ എന്ന തീരം ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി, അതും ഭാരതപ്പുഴയുടെ തീരത്താണ്. നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പേരാർ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നു. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ്. മിനി പമ്പ, അതായത് ശബരിമല ഇടത്താവളമാണ്. അവിടെ ഒരു സ്നാനഘട്ടമുണ്ട്. അതുകൊണ്ടാണ് മിനി പമ്പ ഭാരതപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മിനി പമ്പ ഭാരതപ്പുഴയിലാണ്. അവിടെ ഒരു സ്നാനഘട്ടമുണ്ട്. ശബരിമല ഇടത്താവളമായി അത് പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് അറബിക്കടലിൽ പതിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു മത്സ്യബന്ധന തുറമുഖമുണ്ട്. അതിന്റെ പേര് പൊന്നാനി എന്ന് തന്നെയാണ്. മലമ്പുഴ ഡാം, ഇത് ഭാരതപ്പുഴയിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ അതും ഇവിടെ തന്നെയാണ്. വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കാര ഡാം, ചുള്ളിയാർ ഡാം, ഇതെല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ അഥവാ ഡാമുകളാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പമ്പ നദിയെ കുറിച്ചാണ്. ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ പമ്പ, പ്രാചീന കാലത്ത് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്ന പമ്പ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പെരിയാറിന് പുറമെ പമ്പ നദിയെക്കുറിച്ചും നമ്മുടെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് പുറമെ ഏത് നദിയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്? പമ്പ നദിയെക്കുറിച്ചും പറയുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടി അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ജീവനാടി. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണ്. നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പമ്പ നദിക്കുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, പമ്പയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? അത് അച്ചൻകോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കിയിലെ പുളച്ചിമലയിൽ നിന്ന്. അപ്പോൾ ഇടുക്കിയിലെ പുളച്ചിമലയിൽ നിന്നും ഉത്ഭവിച്ച് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, ഒരു പരിധിവരെ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ പമ്പ. ഓക്കെ, ഇതിൽ അച്ചൻകോവിലാർ പമ്പയിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒന്നാണ്. വിയ്യാപുരം എന്ന സ്ഥലത്ത് വെച്ചാണ്, ഈ ആലപ്പുഴ ജില്ലയിലെ വിയ്യാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, അതിനടുത്താണ്, പത്തനംതിട്ടയ്ക്കൂടെ ചേർന്നിട്ടാണ് ഈ അച്ചൻകോവിലാർ എന്ത് ചെയ്യുന്നത്? പമ്പയിലേക്ക് വരുന്നത്. ഈ അച്ചൻകോവിലാറിന്റെ പ്രത്യേകത, ഇത് പന്തളം നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ്. ഏത്? അച്ചൻകോവിലാർ. അപ്പോൾ ഇടുക്കിയിലെ പുളച്ചിമലയിൽ നിന്നും ഉത്ഭവിച്ച് 176 കിലോമീറ്റർ ഒഴുകി ഏതൊക്കെ ജില്ലകളിലൂടെ? ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി അവസാനം വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് നമ്മുടെ പമ്പ. 176 കിലോമീറ്റർ ആണ് കൂട്ടുകാരെ ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. പമ്പയുടെ പോഷക നദികൾ അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാറ്, അഴുതയാറ്, മണിമലയാർ തുടങ്ങിയവയാണ്. ഓർക്കുക, ഇതിൽ അച്ചൻകോവിലാർ ഈ പറയുന്ന നമ്മുടെ പമ്പ നദിയിൽ പതിക്കുന്നതിന് മുൻപ് ഇത് ഏത് നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ്? അത് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ്. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. തിരുവിതാംകൂറിന്റെ ജീവനാടി, പ്രാചീന കാലത്ത് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്ന നദി, ഇതെല്ലാം പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി, നല്ല പോയിന്റ് ആണ്. ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി നമ്മുടെ പമ്പയാണ്. തിരുവിതാംകൂറിന്റെ ജീവനാടി നമ്മുടെ പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്ന നദി പമ്പയാണ്. കൂട്ടുകാരെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിന് പുറമെ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു നദി പമ്പയാണ്. ഇത് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇടുക്കിയിലെ പുരളിച്ചിമലയിൽ നിന്നും ഉത്ഭവിച്ച് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലെത്തി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു നമ്മുടെ പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സമുദ്രനിരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം പറഞ്ഞാൽ നമുക്ക് കുട്ടനാട് പറയാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് കുട്ടനാട്. ഓക്കെ, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ പമ്പ എന്നറിയപ്പെടുന്നത്. ഇനി
ദക്ഷിണ ഭഗീരഥ എന്നറിയപ്പെടുന്നതും പമ്പ തന്നെയാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ 1895 ആരംഭിച്ച മാരാമൺ കൺവെൻഷൻ ഇത് പമ്പയുടെ തീരത്താണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ശബരിമല പമ്പയുടെ തീരത്താണ്. ശബരിമല. വീണ്ടും നമുക്ക് പറയാൻ സാധിക്കും ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനമാണ്. ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം ഇതും പമ്പയുടെ തീരത്താണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം, മാരാമൺ ക്രിസ്ത്യൻ കൺവെൻഷൻ, പിന്നെ ശബരിമല ഇതെല്ലാം പമ്പയുടെ തീരത്താണ്. ചെങ്ങന്നൂര്, തിരുവല്ല ഇതെല്ലാം പമ്പയുടെ തീരത്താണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ശബരി ഡാം, കക്കി ഡാം ഇതെല്ലാം ഏതിന്റെ തീരത്താണ്? നമ്മുടെ പമ്പയുടെ തീരത്താണ്. അപ്പോൾ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പുരൾച്ചി മലയിൽ നിന്നും ഉത്ഭവിച്ച് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലെത്തി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പമ്പ. 176 കിലോമീറ്റർ ആണ് ദൈർഘ്യം. കൂട്ടുകാരെ, പ്രധാനപ്പെട്ട പോഷനദികൾ അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ, അരുതയാർ, മണിമലയാറ്. ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്. ഇതിൽ പന്തളം നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ. നമ്മുടെ പമ്പയിലേക്ക് പതിക്കുന്നത് വിയ്യാപുരം എന്ന സ്ഥലത്ത് വെച്ചാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന നമ്മുടെ തിരുവിതാംകൂറിന്റെ ജീവനാഡിയാണ് പമ്പ. ദക്ഷിണ ഭഗീരഥിയാണ് പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിന് പുറമെ പരാമർശിക്കപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനവും ക്രിസ്ത്യൻ മാരാമൺ കൺവെൻഷനും ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് ഈ മാരാമൺ കൺവെൻഷൻ 1895 വരുന്നത്. ഈ മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനവും ശബരിമലയും എല്ലാം പമ്പയുടെ തീരത്താണെന്ന് ഓർക്കുക. ശബരി ഡാം, കക്കി ഡാം ഇത് രണ്ടും പമ്പയിലുള്ള ഡാമുകളാണ്, അണക്കെട്ടുകളാണ്. കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത നദിയിലേക്ക് പോകാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ചാലിയാറിനെ കുറിച്ചാണ്. കൂട്ടുകാരെ, വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി പ്രത്യേകിച്ച് നിലമ്പൂര്, അരിക്കോട്, ഫറൂഖ്, ബേപ്പൂർ പട്ടണത്തിലൂടെയൊക്കെ ഒഴുകി അവസാനം അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ചാലിയാർ. ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ ഒരു കാലത്തൊന്നല്ല, ഇന്നും ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന 2 നദികളിൽ ഒന്നാണ്. ഒന്ന് പെരിയാർ, മറ്റൊന്ന് ചാലിയാർ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി എന്ന് പറയുന്നത് നമ്മൾ ആരെ കുറിച്ചായിരുന്നു? ചാലിയാറിനെ കുറിച്ചായിരുന്നു. ഈ ചാലിയാർ ഉത്ഭവിക്കുന്നത് വയനാട്ടെ ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. നീളത്തിൽ 4ാമത്തെ നദിയാണ് നമ്മുടെ ചാലിയാർ. 4 മേജർ നദികളേ ഉള്ളൂ. പെരിയാർ, ഭാരതപ്പുഴ, അതുപോലെ പമ്പ, ചാലിയാർ. ഈ 4 നദികളിൽ അവസാനത്തെ മേജർ നദിയാണ് ചാലിയാർ. 169 കിലോമീറ്റർ ആണ് ദൈർഘ്യം. വയനാട് ഇളമ്പലേരി കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കല്ലായിപ്പുഴ എന്നും ബേപ്പൂർ പുഴ എന്നും പുലിക നദി എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ചാലിയാറാണ്. മലിനീകരണത്തിൽ 2 നദികളാണ് മുന്നിലെങ്കിൽ ഒന്ന് പെരിയാറാണെങ്കിൽ അതിൽ മറ്റൊന്ന് ചാലിയാറാണ്. കല്ലായിപ്പുഴയെന്നും ബേപ്പൂർ പുഴയെന്നും പുലിക നദി എന്നും അറിയപ്പെടുന്നത് നമ്മുടെ ചാലിയാറാണ്. ഓർക്കുക, ഇളമ്പലേരി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് വയനാട്, അത് കഴിഞ്ഞ് നേരെ മലപ്പുറം, അത് കഴിഞ്ഞ് കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ ചാലിയാർ എന്ന് പറയുന്നത്. ഇരുവഴിഞ്ഞി പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ മൊയ്തീൻ കാഞ്ചനമാലയുടേതാണെന്ന് പറയുന്നത് പോലെ ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കഴിമ്പുഴ, പുന്നപ്പുഴ ഇതെല്ലാം ചാലിയാറിന്റെ പ്രധാന പോഷക നദികളാണ്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ നേരത്തെ സൂചിപ്പിച്ചു. വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകി കോഴിക്കോടെത്തി അവസാനം അറബിക്കടലിലേക്ക് പതിക്കുന്നു. ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂരിൽ വെച്ചാണ്. കോഴിക്കോട് ബേപ്പൂര് വെച്ചാണ് ചാലിയാർ അറബിക്കടലുമായി എന്ത് ചെയ്യുന്നത്? ചേരുന്നത്. ബേപ്പൂര്, നിലമ്പൂര്, അരിക്കോട്, ബേപ്പൂര്, നിലമ്പൂര്, ഫറൂഖ് അങ്ങനെ ഒരുപാട് പട്ടണങ്ങൾ നമ്മുടെ ചാലിയാറിന്റെ തീരത്തുണ്ട്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഒരു നദീതീരം കൂടിയാണ് ഏത്? ചാലിയാർ എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷേപം കൂടിയാണ് ചാലിയാർ പ്രക്ഷേപം എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് KA റഹ്മാൻ.
ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് KA റഹ്മാൻ. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി മാവൂര്, കോഴിക്കോട് മാവൂരുള്ള ഗ്വാളിയോർ റയോൺസ് ഫാക്ടറിയാണ് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായി പറയുന്ന ആ ഫാക്ടറി. കേരളത്തിൽ ജല മലിനീകരണത്തിനെതിരെ, വായു മലിനീകരണത്തിനെതിരെ, ജലമലിനീകരണത്തിനെതിരെ ആദ്യമായി നടക്കുന്ന സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ഈ ചാലിയാർ പ്രക്ഷോഭണത്തിന് കാരണമായ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് KA റഹ്മാനും ഇതിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി മാവൂരിലുള്ള ഗ്വാളിയർ റയോൺസ് ഫാക്ടറിയുമാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. താലിമരയ്ക്ക ട്രോഫി വെള്ളംകളി നടക്കുന്നത് ചാലിയാറാണ്. അപ്പോൾ വയനാട്ടിലെ ഇളമ്പലേരി കുന്നിൽ നിന്നും ഉത്ഭവിച്ച് വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ചാലിയാർ. 169 കിലോമീറ്റർ. 4 മേജർ നദികളിൽ ഒന്ന്, അല്ലെങ്കിൽ 4ാമത്തെ മേജർ നദി. കല്ലായി പുഴയെന്നും ബേപ്പൂർ പുഴയെന്നും പുലിക നദിയെന്നും അറിയപ്പെടുന്ന നമ്മുടെ ചാലിയാറ്, ഓർക്കുക, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ ഇതെല്ലാം നമ്മുടെ ചാലിയാറിന്റെ പോഷക നദികളാണ്. കരിമ്പുഴ എന്ന് പറയുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കരിമ്പുഴ എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇത് അവസാനം എവിടെ ചെന്ന് പതിക്കുന്നുണ്ട്? നമ്മുടെ ചാലിയാറിൽ ചെന്ന് പതിക്കുന്നുണ്ട്. കരിമ്പുഴയെ പ്രത്യേകം നിങ്ങൾ നോട്ട് ഓൺ ചെയ്യുക. ഇത് കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പുതിയ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അതുമായി ബന്ധപ്പെട്ട നദിയാണ് കരിമ്പുഴ. ഓക്കെ, ഇത് ചെന്ന് പതിക്കുന്നത് ചാലിയാറിലാണ്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ: ചാലിയാർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നില്ല. നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി ചാലിയാർ. ഓക്കെ, ചാലിയാർ അറബിക്കടൽ പതിക്കുന്നത് ബേപ്പൂരിൽ വെച്ചാണ്. ബേപ്പൂർ, ഫറൂഖ്, അരീക്കോട് ഇതെല്ലാം ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ്. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഇവിടെയാണ്. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. വായു മലിനീകരണത്തിനെതിരെ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം നടന്നത് ചാലിയാർ പ്രക്ഷോഭമാണ്. ഇതിന്റെ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് KA റഹ്മാനാണ്. മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി മാവൂരിലുള്ള ഗ്വാളിയർ റയോൺസ് ഫാക്ടറിയാണ്. കൃത്യമായി കണ്ട് മനസ്സിലാക്കി വരിക. താലിമരയ്ക്കർ ട്രോഫി വെള്ളംകളി നടക്കുന്നതും ചാലിയാറിലാണ്. കൂടാതെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചാലക്കുടി പുഴയെ കുറിച്ചാണ്. കേരളത്തിൽ നീളത്തിൽ 5ാം സ്ഥാനത്താണ് നമ്മുടെ ചാലക്കുടി പുഴ. 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒന്നാമത് വരുന്നത് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടമാണ്. മറ്റൊന്ന്, ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചാലക്കുടി പുഴ. എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ, ശുദ്ധജല മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു നദി കൂടിയാണ് ചാലക്കുടി പുഴ. എന്നാൽ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം, ശുദ്ധജല മത്സ്യസമ്പത്ത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇത് കാണപ്പെടുന്ന ഒരു പ്രദേശം ചോദിച്ചാൽ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന ഒരു മേഖല, പ്രദേശം ചോദിച്ചാൽ കരിമ്പുഴ വന്യജീവി സങ്കേതവും. കാരണം അവിടെ ഒഴുകുന്ന കരിമ്പുഴ, മഞ്ഞക്കള്ളൻ പുഴ, താലിപ്പുഴ, പാണപ്പുഴ, അരിക്കായംപുഴ തുടങ്ങിയ നദികൾ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്തിന്റെ വലിയ ഉറവിടങ്ങളാണ്. എന്നാൽ ഒരു സിംഗിൾ നദിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം അതല്ലെങ്കിൽ ശുദ്ധജല മത്സ്യസമ്പത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ നദികളുടെ പേര് പറയരുത്, ചാലക്കുടി പുഴയുടെ പേര് പറഞ്ഞോണം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന ഒരു സിംഗിൾ നദി ചാലക്കുടി പുഴ. എന്നാൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടുന്ന മേഖല, അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. സാക്ഷാൽ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ആ മേഖല എന്നറിയപ്പെടുന്നത്. അതുവഴി ഒഴുകുന്ന കരിമ്പുഴ, മഞ്ഞക്കള്ളൻ പുഴ, താലിപ്പുഴ, പാണപ്പുഴ, അരിക്കായംപുഴ തുടങ്ങിയവ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്തിന്റെ ഉറവിടങ്ങളാണ്. അപ്പോൾ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. 145.5 കിലോമീറ്റർ ആണ് അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാറ്, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ അതായത് പെരിയാറ് ആലുവയിൽ വെച്ച് 2ആയിട്ട് പിരിയുന്നുണ്ട് അല്ലേ. ഒന്ന് മംഗളപ്പുഴയും മറ്റൊന്ന് മാർത്താണ്ഡൻ പുഴയും. ഇതിൽ ഒന്നുമായി ചേരുന്ന നദിയും അതും ഏത് തന്നെയാണ്? ചാലക്കുടി പുഴ തന്നെയാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ പെരിയാറുമായി പിന്നീട് കൂടിച്ചേരുന്ന ഒരു നദി കൂടിയാണ് ഏത്? ചാലക്കുടി പുഴ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നീളത്തിൽ 5ാം സ്ഥാനം, 145.5 കിലോമീറ്റർ ദൈർഘ്യം, ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ളത്, ശുദ്ധജല മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ളത്. ആനമലയിൽ നിന്ന് തന്നെയാണ് ചാലക്കുടി പുഴയുടെയും ഉത്ഭവം. ആനമലയിൽ നിന്ന് തന്നെയാണ് ചാലക്കുടി പുഴയുടെയും ഉത്ഭവം. ആനമലയിൽ നിന്ന് തന്നെയാണ്, കൃത്യമായിട്ട് ഓർക്കുക. അതുപോലെ പറമ്പിക്കുളം
പറമ്പിക്കുളം, കൂരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി എന്ന് ചോദിച്ചാലും ചാലക്കുടി പുഴ തന്നെയാണ്. ഇനി അല്ലെങ്കിൽ അതിന് കാരണമായ ഉത്ഭവം പറയുന്നത് ആനമലയാണ്. ഓക്കെ, അടുത്തത് ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. അവിടെ വെച്ച് അവിടെ ഏതിനുമായിട്ട് കൂടിച്ചേരുന്നു? നമ്മുടെ പെരിയാറുമായി കൂടിച്ചേർന്നു. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽ കുത്ത്. എന്നാൽ പെരുന്തേനരുവി വെള്ളച്ചാട്ടം അതെവിടെയാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും ഈ പറയുന്ന ചാലക്കുടി പുഴയിലല്ല, അത് പമ്പയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പെരിങ്ങൽ കുത്ത് ചാലക്കുടി പുഴയിലും പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പയിലുമാണ്. പെരിങ്ങൽ കുത്ത് ചാലക്കുടി പുഴയിലും പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പയിലുമാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ആതിരപ്പള്ളി, വാഴച്ചാല്, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അത് ആതിരപ്പള്ളിയാണോ, വാഴച്ചാലാണോ, അല്ലെങ്കിൽ പെരിങ്ങൽകുത്താണോ, പെരുന്തേനരുവിയാണോ? ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം? അത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഏറ്റവും വലുപ്പത്തിൽ അത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി. പെരുന്തേനരുവി പമ്പയിലാണ്, പെരിങ്ങൽകുത്ത് അത് ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി, വാഴച്ചാലും പെരിങ്ങൽകുത്തും ചാലക്കുടി പുഴയിലാണ്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. നിങ്ങൾക്കറിയാം, ചില പുഴകൾ ചേർന്നാണ് ഈ ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ ആനമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. രണ്ടും തെറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഓക്കെ, ഏറ്റവും വലിയ കേരളത്തിലെ വെള്ളച്ചാട്ടം ചോദിച്ചാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഇനി പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാൽ ചാലക്കുടി പുഴ. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മുഴി. തുമ്പൂർ മുഴി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ജലസേചനത്തിന് വേണ്ടി ചാലക്കുടി പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഡാമാണ്. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. കൂട്ടുകാരെ കൃത്യമായിട്ട് ഓർക്കുക. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ചാലക്കുടി പുഴ ഏതുമായി ചേർന്നത്? പെരിയാറുമായി ചേരുന്നത്. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം അത് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞാൽ ഒരു നദി പ്രളയകാലത്ത് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നദിയിലേക്ക് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അമിതമായി ജലപ്രവാഹം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ നദി കരകവിഞ്ഞൊഴുകുകയും ഗതിമാറി ഒഴുകുകയും ചെയ്യുന്നു. ഗതിമാറി ഒഴുകിയതിന്റെ ഫലമായി ഒരു കൃത്രിമ തടാകം ഈ നദിയാൽ ഉണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു കൃത്രിമ തടാകം. ഈ തടാകം പിന്നീട് പ്രധാനപ്പെട്ട ആ നദിയിൽ നിന്നും വിട്ടുമാറി. പക്ഷെ ആ തടാകം ഇപ്പോഴും ഉണ്ട്. അതിനൊരു പ്രത്യേക എക്സിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഒരു നദിയാൽ രൂപം കൊള്ളുന്ന തടാകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ അത്തരത്തിലൊരു ഓക്സ്ബോ തടാകം ഉണ്ടെങ്കിൽ അത് ചാലക്കുടി പുഴ സൃഷ്ടിച്ച വൈന്തല തടാകമാണ് എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നിലവാരമുള്ളൊരു പോയിന്റാണ് വൈന്തല തടാകം. അപ്പോൾ എവിടെ വെച്ചാണ് നമ്മുടെ ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നത്? പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. നിലവാരമുള്ളൊരു പോയിന്റ്. നീളത്തിൽ 5ാം സ്ഥാനം ചാലക്കുടി പുഴ, ജൈവ വൈവിധ്യത്തിൽ 1ാം സ്ഥാനം, മത്സ്യസമ്പത്തിൽ 1ാം സ്ഥാനം, 145.5 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ഉത്ഭവം എന്ന് പറയുന്നത് ആനമലയിൽ നിന്നാണ്, അല്ലെങ്കിൽ പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ നീളത്തിൽ 5ാം സ്ഥാനമാണ് എന്ന് നമ്മൾ കണ്ടു. കൃത്യമാണ് എന്ന് മനസ്സിലായി. ഉത്ഭവിക്കുന്ന എവിടെയാണ്? ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ മനസ്സിലാക്കുക, തൃശ്ശൂർ ജില്ലയിലൂടെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലൂടെ തൃശ്ശൂർ ജില്ലയിലൂടെ അവസാനം എറണാകുളം ജില്ലയിൽ എത്തിയിട്ടാണ് പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇത് പെരിയാറുമായി എന്ത് ചെയ്യുന്നത്? കൂടിച്ചേരുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പയിലാണെങ്കിൽ പെരിങ്ങൽകുത്ത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും ഏത് തന്നെയാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. ഇനി ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ മുഴി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്, എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. ഇനി ഓക്സ്ബോ തടാകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു നദി ഗതിമാറി ഒഴുകിയതിന്റെ ഫലമായി, അല്ലെങ്കിൽ പ്രളയം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നദിയിൽ അമിതമായി ജലപ്രവാഹം ഉണ്ടാകുകയും ഇത് ഗതിമാറി ഒഴുകുകയും കൃത്രിമ തടാകം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ തടാകം എന്ത് ചെയ്തു? മുഖ്യമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നദിയിൽ നിന്നും തെന്നിമാറി അല്ലെങ്കിൽ വിട്ടുമാറി ഒരു പ്രത്യേക നിലയിൽ എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു.
അത്തരത്തിലുള്ള തടാകങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകം എന്ന് വിളിക്കുന്നത്. ഈ ഓക്സ്ബോ തടാകം കേരളത്തിൽ ഉണ്ടെങ്കിൽ അതേതാണ്? അത് വൈന്തല തടാകമാണ്. അത് ചാലക്കുടി പുഴയുമായി എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.